അഖിൽമാരാർ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. നാച്ചിൽ ഇറങ്ങിയതിന് ശേഷം അഖിൽമാരാർ ഒരു കാര്യം താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. നാച്ചിൽ ഇറങ്ങിയതിന് ശേഷം അഖിൽമാരാർ ഒരു കാര്യം എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലടിക്കുന്നേ? പിന്നെയും കടിക്കുന്നു. അഖിൽ കോട്ടാത്തല ആള് പറയുന്നുണ്ടായിരുന്നു. അഖിൽ കോട്ടാത്തല അങ്ങനെ പറയും. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഗസ്റ്റിന്റെ പണി മാത്രം ചെയ്യാവൂ, ഒരിക്കലും അവിടെ പോയിട്ട് കണ്ടസ്റ്റൻസിന്റെ ഗെയിം ചേഞ്ച് ചെയ്തിരുന്നു. അഖിൽമാരാർ അതിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മത്തായി ചേട്ടത്തിയോട് ചോദിക്കുവാ പോർക്കിറച്ചിയാണോന്ന്. കൂർക്ക ഇട്ട് വെച്ച് തിന്നോളാൻ. ഞാൻ തീറ്റിക്കാം. എന്താണ് എനിക്ക് കുറച്ച് പറയാനുള്ളത്? എനിക്ക് ഇത് സീസണില് ആ ശോഭയുള്ളതുകൊണ്ട് ജയിച്ച അഖിൽമാരാണ് പറയണേ. അല്ലാതെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തിന്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിലേക്ക് കടന്നുപോയ ഗസ്റ്റുകളെ കുറിച്ച് ആയിരുന്നില്ല. ഗസ്റ്റുകൾക്ക് എന്ത് വിവരക്കേടും കാണിക്കാം, അത് ഗസ്റ്റുകളുടെ മനോനില പോലിരിക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഷിയാസ് അവിടെ വന്നിട്ട് അനിമോളുടെ പാവ എടുത്തെറിഞ്ഞൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് ഷിയാസിന് അത് ചെയ്യാം. കാര്യം ഷിയാസിന്റെ ആക്ടിവിറ്റി അതായതുകൊണ്ടും ഷിയാസിന്റെ പൊതുവെയുള്ള കാണിക്കലൊക്കെ അതായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുള്ള കാര്യമല്ല. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. ഈ പുറത്തേക്ക് ഇറങ്ങിയ ഇന്റർനാഷണൽ അധോലോക മോഡൽ ഈ ഓൺലൈൻ പാപ്പരാസികളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിങ്ങളുടെ മുന്നിൽ പോവില്ല. അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പൊതുവേ ഇവരുടെ കോമാളിത്തരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പ്രമുഖ മോഡൽ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് എന്നെ പറ്റി ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല അഖിൽമാരാരാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. അത് കറക്റ്റാണ്, ഷിയാസ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അലിൻ ജോസ് പെരേരയുടെ ആത്മസുഹൃത്തായ ഷിയാസിന് എന്നെ അറിയാൻ യാതൊരു വഴിയുമില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പിന്നീട് മാമാങ്കം സിനിമയിൽ നിന്ന് ഈ ഷിയാസിനെ അടിച്ചു പുറത്താക്കിയ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഷിയാസ് ഞാൻ അവർ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഷിയാസ് എന്നോട് പറഞ്ഞത് മാമാങ്കത്തിൽ ഭയങ്കര വലിയ വേഷമൊക്കെ കിട്ടി, പക്ഷെ ഞാൻ അതുപോലെ ഞാനൊന്ന് വേണ്ടെന്ന് വെച്ച ആളാണ്. അല്ലേ ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ, ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. പക്ഷെ എനിക്ക് ചേട്ടന്റെ പടത്തിൽ ഡയലോഗ് ഇല്ലെങ്കിലും അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഷിയാസ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മൂപ്പര് ചെറുപ്പകാലം തൊട്ട് ആ വീട് കായലിൽ ശവം. ഏത് ശവം? അത് ഷൂട്ടിങ്ങിന് ഒരു ശവം വേണം. ആ ശവം കായലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. അതാണ് ശവത്തിന്റെ ആക്ടിന് ആളെ കിട്ടിയ എന്താ താല്പര്യം ഉണ്ടാ? സംഭാഷണം ഉണ്ടാവോ ശവത്തിനാ? സത്യമാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ. കാര്യം ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പീഡന കേസ്, റേപ്പ് കേസ്, അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട്